ഹായ്, പ്രൈസ് ഗോഡ്. ഇന്നത്തെ തിരുവചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 20-ഉം 21-ഉം തിരുവചനത്തിലോട് പോകുമ്പോൾ തിരുവചനം ഇപ്രകാരം പറയുന്നു: ഞാൻ അയച്ചവനെ സ്വീകരിക്കുന്നവർ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവർ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷം യേശു ആത്മാവിൽ അസ്വസ്ഥനായി. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്. അപ്പോൾ ഈ ഒരു തിരുവചനം, ആദ്യത്തെ ആ തിരുവചനം 20-ാം തിരുവചനത്തിലൂടെ നമ്മൾ പോകുമ്പോൾ അതിനകത്ത് 3 തലങ്ങളാണുള്ളത്. ഈശോ പറയുന്നു, ഞാൻ അയച്ചവനെ സ്വീകരിക്കുന്നവർ. ആരെയാണ് ഈശോ അയച്ചത്? ഈശോ അയച്ച ശിഷ്യന്മാരെയാണ്, അല്ലേ? ഈശോ 12 ശിഷ്യന്മാരെ അയച്ചു വരും തലമുറയ്ക്ക് വേണ്ടി. അപ്പോൾ ഈശോ പറയുന്നു, ഞാൻ അയച്ചവരെ സ്വീകരിക്കുന്നവർ എന്നെ സ്വീകരിക്കുന്നു. അപ്പം ഈശോ അയച്ച ശിഷ്യന്മാരിലൂടെയാണ്, അതായത് പത്രോസെ നീ പറയാവുന്നു, നിന്റെ പാറമേൽ എൻ്റെ ഭവനം ഞാൻ പണിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പത്രോസിന് കൊടുത്ത അനുഗ്രഹം. അപ്പോൾ ആ പത്രോസിൻ്റെ പാറമേലാണ് നമ്മുടെ തിരുസഭ ഇരിക്കുന്നത്. ആ തിരുസഭയുടെ ശിഷ്യന്മാരുടെ പിൻഗാമികളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം ഈശോ ആ ശിഷ്യന്മാരിലൂടെ കൈവപ്പ് വഴി ശിഷ്യന്മാരിലൂടെ ലഭിച്ച, നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ച ശുശ്രൂഷകൾ, ഓരോ കൂതാശകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളത് ശരിക്കും ഈശോയെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്, ഈശോയെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈശോയെ അവരെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, നമ്മൾ സ്വീകരിക്കുന്ന ഓരോ കൂതാശകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ഓരോ കുർബാന നമ്മൾ കാണുമ്പോൾ, ഈശോയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അവിടെ നമ്മൾ ഈശോയെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്, ഈശോയെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പിന്നെ പറയുന്നുണ്ട്, എന്നെ സ്വീകരിക്കുന്നവർ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നുവെന്ന്. ഈശോയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ പിതാവായ ദൈവത്തെ ഈശോ അയച്ചതാരാ? പിതാവായ ദൈവത്തെ നമ്മൾ കാണുന്നു. അപ്പം നമ്മളിങ്ങനെ ഒരു ചെയിനായിട്ടിങ്ങനെ ബന്ധിച്ച് ഇരിക്കുകയാണ്. അപ്പം ആ ചെയിനായിട്ട് ബന്ധിച്ചിരിക്കുന്ന ആ ഈശോയെ നമുക്ക് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ അടുത്ത വചനം പറയുന്ന, ഈശോ ആത്മാവിൽ അസ്വസ്ഥനായി. അപ്പം ഈശോ എന്തിനാ ആത്മാവിൽ അസ്വസ്ഥനായത്? ഈശോയ്ക്ക് വരാനിരിക്കുന്ന പീഡാനുഭവത്തെയും ഓർത്തുകൊണ്ട്, അതുപോലെ തന്നെ യൂദാസ് ചെയ്യാൻ പോകുന്ന ആ ഒരു വഞ്ചനയുടെ കാര്യം ഓർത്തുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ യൂദാസിനെ ഓർത്തുകൊണ്ടാണ് ഈശോ ആത്മാവിൽ അസ്വസ്ഥനായത്, ഈശോ ദുഃഖിതനായത് യൂദാസിനെ ഓർത്തുകൊണ്ടാണ്. ഈശോ നമ്മളെല്ലാവരും ഓർത്തുകൊണ്ട് എത്രമാത്രം വിഷമിക്കുന്നുണ്ടല്ലേ? നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഓരോ പാപം ചെയ്യുമ്പോഴും, ഓരോ നീതിക്ക് നിരക്കാത്തതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഈശോ അത്രമാത്രം വിഷമിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന